എല്ലാവർക്കും നമസ്കാരം. ദിവ്യാസ് ഡെയിലി ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ കരിയറിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഏത് രീതിയിലേക്ക് മാറാൻ പോകുന്നു? നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ് ഗൈഡൻസ് കിട്ടുന്നത്? ഓക്കെ, നമ്മൾ 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഒരു കൺക്ലൂഷൻ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടാത്തൊരു കാര്യത്തിന് നിങ്ങളുടെ മുന്നിൽ അതിനൊരു വ്യക്തത വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കും എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള എന്താണോ നിങ്ങളുടെ കറൻ്റ്ലി നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ആവലാതിപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് അതിനൊരു വ്യക്തത വരാൻ പോകുന്നു. നിങ്ങൾക്ക് അതിലൊരു ഉറച്ച തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഒരു തീർപ്പുണ്ടാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും. ഓക്കെ, അടുത്തത് നിങ്ങളുടെ കരിയറിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്നാണ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ കഷ്ടപ്പാടിന് ദൈവം ഫലം തരാൻ പോകുന്നു. നിങ്ങൾ എത്രത്തോളം കഠിനമായി പ്രവർത്തിച്ചോ അതിന് നിങ്ങൾക്കൊരു ഫലം കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതിന് ഒരു നിങ്ങളുടെ കഷ്ടപ്പാടിന് അനുസൃതമായിട്ട് തന്നെ ദൈവം നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരാൻ പോകുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിന് ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും അതല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നത്രയും നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ പോകുന്നു എന്നാണ് കാർഡ്സ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻസിലും ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുക തന്നെയാണ് ചെയ്യുന്നത്. ഈ 2 കാർഡ്സ് മീൻ ചെയ്യുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടതിനൊക്കെയും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു തന്നെയാണ്. നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി അബണ്ടൻസ് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആണ് നോക്കിയിട്ടുള്ളത്. റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ. ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈഗോയും അഹങ്കാരവും ഒക്കെ വിട്ട് കളയുക. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ അല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിലും സുഹൃത്തുക്കളാണ് ആരാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ്, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ റിലേഷൻഷിപ്പിനിടയിലേക്ക് അഹങ്കാരമോ ഈഗോയോ കൊണ്ടുവരരുത്. വാശി വിട്ട് കളയുക. നിങ്ങളുടെ ഈഗോ വിട്ട് കളയുക. നിങ്ങളായി നിൽക്കുക. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ആ ബന്ധം മുന്നോട്ടേക്ക് നിലനിന്ന് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ നമ്മുടെ പേഴ്സൻ്റെ അടുത്തോട്ട് നമ്മൾ ഈഗോ വയ്ക്കണ്ട. ആ ഈഗോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു അകലം വരും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ അകലം ഇല്ലാതാക്കണമെങ്കിൽ അഹംഭാവം ഒഴിവാക്കണം. ഞാൻ എന്ന ഭാവം ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈഗോ വിട്ട് കളയുക. അവരെന്ത് കരുതും, ഇവരെന്ത് കരുതും, അങ്ങനെ ചിന്തിക്കാതെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന എല്ലാം നല്ല കാർഡ്സാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതെല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല കേട്ടോ. ഇത് ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുക. അതിനെ
ഒരു മുൻകരുതലായിട്ട് കരുതുക, ഒരു മുന്നറിയിപ്പായിട്ട് കരുതുക. എന്നിട്ട് അതിന് വേണ്ടുന്ന മുൻകരുതലായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അബദ്ധം പറ്റാതിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് ഒന്നും അട്രാക്റ്റ് ചെയ്തെടുക്കണ്ട. ഓക്കെ, അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് അറിയത്തില്ല. റെസനേറ്റ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.